ഏട്ടാ ഇങ്ങോട്ട് മെക്കാനിക്കൽ റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുമോ? ഇനി ചോദിച്ചോ, ഞാൻ പറയാം. ഫസ്റ്റ് എനിക്ക് അറിയേണ്ട കാര്യം, ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോ ചോദിക്കുന്നത്. എന്നോട് ഫസ്റ്റ് ചോദിച്ച കാര്യം, ഏതൊക്കെ കീവേഡുകൾ വെച്ച് സെർച്ച് ചെയ്താലാ അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളതാ. ബേസിക്കലി മെക്കാനിക്കൽ ജോബുകൾ കൂടുതലും 90% ഓഫ് ജോബുകളും കണ്ടുവരുന്നത് എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. എയ്തർ അങ്ങനെ സെർച്ച് ചെയ്യാം, എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റേറ്റിൽ നിന്ന് സെർച്ച് ചെയ്താൽ അതിൽ കിട്ടും. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ കിട്ടേണ്ടതാണ്. പിന്നെ കുറെ ജോബുകളുണ്ട്, മീൻസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ജോബുകളുണ്ട്. അങ്ങനെയുള്ള ജോബുകളൊക്കെ സെർച്ച് ചെയ്യാൻ മെയിൻ്റനൻസ് സെർച്ച് ചെയ്താൽ കുറേ കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ സപ്പോർട്ട് സർവീസസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് സർവീസിൽ പറഞ്ഞ പോലെ പോർട്ടറിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് മുതലെല്ലാം എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തിൻ്റെ ജോബുകൾ വരും. അപ്പം അതിൽ നമ്മൾ നോക്കി എടുക്കേണ്ടി വരും. സമയം എടുക്കും, പക്ഷെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇപ്പൊ ഒരു മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു ഒറ്റ ജോബ് പൊസിഷൻ അല്ല ഉള്ളൂ എന്നാണോ പറയുന്നത്? അല്ല, ഒത്തിരി വേക്കൻസീസ് വരുന്നുണ്ട്. ഇപ്പം ബേസിക് ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പോസ്റ്റുകളും ഉണ്ട്. ഇപ്പം ബാൻഡ് 3-ൽ തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാൻഡ് 3-ൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസീസ് വരുന്നുണ്ട്, ടെക്നീഷ്യൻ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ബാൻഡ് 3 തന്നെ ബെഡ് മെയിൻ്റനൻസ്, അതുപോലെ വീൽ ചെയർ മെയിൻ്റനൻസ്, അങ്ങനെ കുറേ പോസ്റ്റുകളുണ്ട്. ട്രസ്റ്റ് ടു ട്രസ്റ്റ് വേരി ആവും പോസ്റ്റുകളുടെ പേരുകളൊക്കെ. പിന്നെ ഞാനൊരു എൻട്രി ലെവൽ പോസ്റ്റ് തന്നെയാണ് നിൽക്കുന്നത്, ബാൻഡ് 4 മെക്കാനിക്കൽ മൾട്ടി സ്കിൽഡ് ക്രാഫ്റ്റ് പേഴ്സൺ എന്നുള്ള പോസ്റ്റ്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്ഷനാണ് എൻട്രി ലെവൽ പോസ്റ്റുകൾക്ക്. അത് സ്പോൺസർഷിപ്പും കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ചില ട്രസ്റ്റുകളിൽ ബാൻഡ് 5 വരെ കിട്ടാറുണ്ട്, അങ്ങനെ ബാൻഡ് 5-ൽ കാണാറുണ്ട്. പിന്നെ ചില ട്രസ്റ്റുകളിൽ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വരും. അത് ബാൻഡ് 4 അല്ലെങ്കിൽ 5. ട്രസ്റ്റ് വേരി ആവും. ഞാൻ സംശയിച്ചോട്ടെ, ഈ ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്, ഡീകണ്ടാമിനേഷൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ സ്റ്റെറൈൽ സർവീസസിലാണ്. സ്റ്റെറൈൽ സർവീസസിൽ അത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൈൻഡ് ഓഫ് ജോബാണ്, അത് മെയിൻ്റനൻസ് അല്ല. ശരിക്കും ഒരു ഈ പറഞ്ഞ പോലെ ഡീകണ്ടാമിനേഷന്റെ പ്രോസസ്സാണ്, ശരിക്കും പ്രോസസ് ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ എന്തൊക്കെ ജോബുകളാ ഈ ഒരു ഇതിൽ ചെയ്യേണ്ടി വരിക മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട്? അത് ജോബ് റോൾ പോലെ ഇരിക്കും. ഇപ്പം ജോബ് റോൾ പോലെ ട്രസ്റ്റ് പോലെ ഇരിക്കും. ഇപ്പം ഞങ്ങളുടെ ട്രസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് മെയിൻ്റനൻസ് ഇല്ല. ബെഡ് മെയിൻ്റനൻസ് വേറൊരു പുറത്തൊരു ഏജൻസിക്ക് കോൺട്രാക്ട് കൊടുത്തേക്കാം, അപ്പോൾ അവരുടെ സ്റ്റാഫാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് ബേസിക്കലി പ്ലംബിങ് മുതൽ പോന്നു കഴിഞ്ഞാൽ പ്ലംബിങ്, ബിറ്റ്സ് ആൻഡ് ബോബ്സ് ഓഫ് ഇലക്ട്രിക്കൽ, പിന്നെ ഈ പറഞ്ഞ പോലെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്, അതിൻ്റെ മെയിൻ്റനൻസ്, ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ, അങ്ങനെയുള്ള പരിപാടികൾ. പിന്നെ അങ്ങനെ ഇപ്പം എന്താ പറയുക, ഒത്തിരി വെറൈറ്റി ഓഫ് ജോബ്സ് വരും. മൾട്ടി സ്കിൽഡ് ക്രാഫ്റ്റ് പേഴ്സൺ എന്നാണല്ലോ ജോബ് പോസ്റ്റിൻ്റെ പേര്. അപ്പം അതിനകത്ത് പല ടൈപ്പ് ഓഫ് ജോബ്സും വരും. എന്ത് ജോബാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പൊ നമ്മള് ഇപ്പൊ എന്റെ അറിവിൽ ഇപ്പൊ കുറെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഇവിടെ മെക്കാനിക്കൽ പഠിക്കുന്നുണ്ട്. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഡിപ്പെൻഡന്റ് ആയിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ജോലി നോക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒരുപാട് ഉള്ള ഒരാൾക്കാണോ കയറാൻ പറ്റുള്ളൂ, അതോ ഫ്രഷർക്ക് കയറാൻ പറ്റുമോ? ഇല്ല, ആക്ച്വലി എനിക്ക് മെക്കാനിക്കൽ ഫീൽഡിൽ കാര്യമായ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2016 പാസ് ഔട്ട് ആയിട്ട് 2017 വരെ ഞാൻ മെക്കാനിക്കൽ ചെറിയ മെക്കാനിക്കൽ ചെറിയ ഇതിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2017 ആയപ്പോഴത്തേക്ക് ഞാൻ MRF ടയേഴ്സിൽ കയറിയ പ്രൊഡക്ഷനിലായിരുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് പിന്നെ മാനേജറിയൽ ഫീൽഡില് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ഓപ്പറേഷൻസ് അങ്ങനെ പോവുക ചെയ്തത്. അങ്ങനെ ഒരു 5 വർഷം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് 5-6 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെയാണെങ്കിലും എനിക്കിപ്പോൾ ഫസ്റ്റ് തന്നെ ആമസോൺ ആയിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റീവ് ആയിരുന്നു. പിന്നെ 2 സ്റ്റേറ്റ് ഫുഡ് ഗ്രൂപ്പിൽ എൻ്റെ അകത്ത് എന്താ പറയുക ഫസ്റ്റ് ഓപ്പറേറ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർവൈസർ പോലത്തെ ഒരു പോസ്റ്റിലേക്ക് വന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ബേസിക്കലി മെക്കാനിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് തീരെ കാര്യമായിട്ടില്ല. നോളജ് ഉണ്ടായിരുന്നു, പക്ഷെ എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായിരുന്നില്ല. അപ്പം അവർക്ക് വേണ്ടത് ഒരിക്കലും ഒരു വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ അല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വലിയ സാലറി പാക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ഒരു സാധാരണ ഒരു മെക്കാനിക്കൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഇവിടെ കിട്ടുന്ന സാലറിയുടെ ഒത്തിരി താഴെയാണ് ട്രസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെയൊന്നുമല്ല വേണ്ട, പക്ഷെ എന്നാൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എന്നാൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളെ, അങ്ങനെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ
കരിയർ ചേഞ്ച് ഈ പറഞ്ഞ പോലെ മെക്കാനിക്കലിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ്, NHS ട്രസ്റ്റുകൾ. അപ്പം ഏട്ടൻ പറഞ്ഞു വരുന്നത് നമുക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിലും സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാന്നാണോ? എന്നാ പൂർണ്ണമായിട്ടും ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പറ്റത്തില്ല. അവർ ചോദിക്കും, ഇപ്പൊ ഈ ഇന്റർവ്യൂലൊക്കെ ആണെങ്കിലും നമുക്ക് എന്തൊക്കെ അറിയാന്നുള്ളത് ചോദിക്കും. പിന്നെ അവര് നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കും, കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. അപ്പം കുറച്ചൊക്കെ എക്സ്പീരിയൻസ് വേണം, ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് വേണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളാന്ന് വിചാരിക്കുക, ഫ്രഷർ ആണെന്ന് വിചാരിക്കുക, അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മളൊന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പം നമുക്ക് അറിയാലോ, ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ബേസിക്കലി ബിൽഡിംഗ് മെയിൻ്റനൻസ് പോലുള്ള പണികളാണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കീവേഡുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ മതി. ഇപ്പം നമുക്ക് കൂടുതലും വരുന്ന എന്തൊക്കെയാണ്, പമ്പുകൾ, മോട്ടോറുകൾ, അല്ലെങ്കിൽ പ്ലംബിങ്, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ എയർ കണ്ടീഷനിങ് സിസ്റ്റംസിന്റെ വർക്കിംഗ് കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള രീതിക്ക് അങ്ങനെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, നമ്മളപ്പോ എന്തെങ്കിലും ഇന്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവര് നമ്മളെ ട്രെയിൻ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിലും ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്ന് ആവശ്യമില്ല. ഇപ്പൊ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും? എന്റെ കാര്യം എടുക്കാം. ഞാൻ ബേസിക്കലി കയറിയത് പോർട്ടറായിട്ടാണ്, ബാൻഡ് 2 പോർട്ടർ, നോൺ പേഷ്യന്റ് ഫേസിംഗ് പോർട്ടർ. അപ്പം ആദ്യമേ ഞാൻ ഈ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ജോബിന് ഇന്റർവ്യൂവിനൊക്കെ പോയി കിട്ടിയില്ലായിരുന്നു, എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട്. ബാൻഡ് 2 പോർട്ടറായിട്ട് കയറി ഇവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അതിന്റെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വേക്കൻസി, ഒരു 6 മാസം കഴിഞ്ഞൊരു വേക്കൻസി വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തന്നവര്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ പോസ്റ്റിലേക്ക് കയറി. ഇപ്പം എനിക്കിപ്പം ഞാൻ നാട്ടിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലായിരുന്നു ഞാൻ ചെയ്തത്, ഞാൻ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തത്, 3 ഇയർ കോഴ്സ്. പക്ഷെ അത് ഇവിടുത്തെ ഇക്വലൻസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർട്ടിഫിക്കേഷനാണ്. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇവർ എടുത്തു തരും. ഇപ്പം എനിക്ക് തന്നെ ഇപ്പം കുറേ കോഴ്സുകൾ ഇവർ പുറത്ത് പേയ്മെന്റ് ചെയ്ത് തന്നെ വിടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അവർ. ഏതാണ്ട് 250 പൗണ്ട് 300 പൗണ്ട് വരുന്ന 2-3 കോഴ്സുകൾ എനിക്കിപ്പോൾ ഇട്ടിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ലിഫ്റ്റിന്റെ ട്രെയിനിങ് കഴിഞ്ഞു, സേഫ് ഐസൊലേഷൻ ലിഫ്റ്റ് കോഴ്സുകൾ കഴിഞ്ഞു, ഈ ഒരു വാട്ടർ റെഗുലേഷൻസിന്റെ കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ലീഗലി നമ്മൾ ഇതിന് കോമ്പീറ്റന്റ് ആവാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പണി അറിയാം, പക്ഷെ ലീഗലി നമുക്ക് പറയാൻ പറ്റണം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവരൊക്കെ തന്നെ എടുത്തു തരും നമുക്ക്. പിന്നെ കരിയർ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ബാൻഡ് 4 അപ്പം എനിക്കിപ്പം അടുത്തൊരു ബാൻഡ് 5 വേക്കൻസി വരുമ്പോൾ, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഓഫീസർ വേക്കൻസി വരുമ്പോൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കയറാൻ പറ്റില്ലെങ്കിൽ തന്നെ അല്ലാണ്ട് തന്നെ ഇപ്പോൾ വേക്കൻസി വരുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പൊ നമ്മള് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഒരു ഈക്വലൻസി എടുത്തു വെക്കണം, അല്ലെങ്കിൽ ആ ഈക്വലൻസി ഉണ്ടെന്നുള്ളത് നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഈക്വലൻസി എടുത്തു വെക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഈ പറഞ്ഞ പോലെ ഒത്തിരി വലിയ എമൗണ്ട് ഒന്നുമില്ല, 50 പൗണ്ടേ ഉള്ളൂ അതിന്റെ മുടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ്. പക്ഷെ അത് കിട്ടാനായിട്ട് ഒത്തിരി താമസമുണ്ട്, ഒരു 3 ആഴ്ച 4 ആഴ്ച എന്തോ താമസമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എടുത്തു വെക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ എനിക്കത് ആവശ്യം വന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ ഇവർക്ക് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് അത് വേണ്ടി വന്നില്ല. പക്ഷെ ഇത് എടുത്തു വെച്ചാൽ എന്തുകൊണ്ട് ബെറ്റർ ആണ്. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് പറയാം, ഇങ്ങനെ 3 ഇയർ ഫുൾ ടൈം കോഴ്സ് ഇങ്ങനെ പോലെ, അല്ലെങ്കിൽ 4 ഇയർ ഇന്ന കോഴ്സ് ചെയ്തതാണ്, അപ്പൊ അതിൽ ഇന്ന സബ്ജക്റ്റുകൾ വന്നേക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷനിൽ കാണിക്കാൻ പറ്റും നമ്മൾ ഏതൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ട് എന്തൊക്കെ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ടെന്നല്ലേ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ ഈ കോഴ്സ് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്തതെന്ന് കാണിക്കുക. പിന്നെ എന്തെങ്കിലും ഇന്റേൺഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IV ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഒക്കെ പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, 1 വീക്കോ 2 വീക്കോ അല്ലെങ്കിൽ 1 മന്തോ പോയി നിന്ന് പഠിക്കുന്നത്, അതൊക്കെ ഇവിടെ അവർക്കൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ ആഡ് ചെയ്താൽ നല്ലതാണ്. ഇപ്പം എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ KSRTCയിൽ ഞാൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചെയ്തത് 2 വീക്സ്. അപ്പോൾ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റി. ഞാൻ അതിനകത്ത് പറഞ്ഞു വണ്ടിയുടെ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുപോലെ വണ്ടിയുടെ ബോഡി വർക്ക് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ട് പരിചയമുണ്ട്, അങ്ങനെയുള്ള രീതിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? ടഫ് ആണോ അതോ? ഇന്റർവ്യൂ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പോസ്റ്റിന് 2 തവണ ഇന്റർവ്യൂവിന് പോയതാണ്.
ഫസ്റ്റ് ടൈം എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ NHSലെ ഫസ്റ്റ് ഇന്റർവ്യൂ പറഞ്ഞ പോലെ മൾട്ടി സ്കിൽഡ് ക്രോസ് വേർഷൻ മെക്കാനിക്കലായിരുന്നു. അന്ന് എനിക്കെന്നാൽ കിട്ടിയില്ല. എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് ആൻസർ ചെയ്യേണ്ട രീതികൾ അറിയില്ലായിരുന്നു, എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഹോസ്പിറ്റൽ സിസ്റ്റംസ് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ അടുത്ത ഇന്റർവ്യൂ പോകുന്നത്. അപ്പോൾ അവർ ബേസിക്കലി നമ്മളെ ചോദിക്കുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. പക്ഷേ 1 hour എടുത്തു എൻ്റെ 2 ഇന്റർവ്യൂ. ക്വസ്റ്റ്യൻസ് ഒത്തിരിയൊന്നുമില്ല, പക്ഷെ 1 hour എടുത്തു. കാരണം അവർ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളുടെ അതിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, കാര്യങ്ങൾ അങ്ങനെ നോക്കി അതിലേക്കാണ് ചോദ്യങ്ങൾ. ഓക്കെ, ഉദ്ദേശിച്ചത് ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ആൻസറിൽ അടുത്ത ഫോളോ അപ്പ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം എനിക്ക് MRFിൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് MRFിൽ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്, ബാൻബറി എന്തൊക്കെയാണ്, അങ്ങനെ ഏതൊക്കെ ബാൻബറി യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് അവർക്ക് അത്യാവശ്യം നല്ല നോളജ് ഉള്ള ആൾക്കാരായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഇൻഡെപ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഹീറ്റിംഗ് വെന്റിലേഷന്റെ ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു, അത് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. എനിക്ക് അറിയേണ്ടത് അതാ, ഇപ്പൊ മെക്കാനിക്കൽ ആ ഒരു റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? എനിക്ക് പറഞ്ഞ പോലെ 1-2 തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഈ 1-2 സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ. പക്ഷെ അത് നമുക്ക് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്സ് എനിക്ക് ഒത്തിരി ഒന്നും അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞേപ്പിച്ചു. പിന്നെ ഈ എൻ്റെ അടുത്ത് ചോദിച്ചത് മോട്ടോഴ്സ്, അതിൻ്റെ കാര്യങ്ങൾ, സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ്, അങ്ങനെ ഇലക്ട്രിക്കൽ ബേസ് ചെയ്ത് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ മെക്കാനിക്കൽ ബേസ് ചെയ്ത് ബെയറിങ്സ്, പിന്നെ സോൾഡറിങ്, വെൽഡിങ്, അതിനെക്കുറിച്ച് അങ്ങനെയുള്ള സോ ക്വസ്റ്റ്യൻസ്. പിന്നെ എനിക്കൊരു ഡയഗ്രാം ഉണ്ടായിരുന്നു, ഒരു എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ പ്രോപ്പർ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ ഒരു ഡയഗ്രാം വെച്ച് ഏതൊക്കെ പോർഷൻസ് മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ കൈക്കൊണ്ടായിരുന്നായിരുന്നു. ഇന്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ സർട്ടിഫിക്കറ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു, ഞാൻ ഇന്ന കോഴ്സാണ് ചെയ്തത്, ഇന്ന പോലെയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണോ ഈക്വലൻസി ചോദിക്കായിരുന്നത്? അതെ, അതിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അടുത്ത് ഈക്വലൻസി ചോദിക്കേണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിച്ചു കൊടുത്തത്. എൻ്റെ കൃത്യമായ സബ്ജക്റ്റുകൾ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു കൊടുത്തു, അവർ അതിൽ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് സാധാരണ അങ്ങനെ കണ്ടുവന്നിട്ടില്ല, പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തി. എൻ്റെ അടുത്ത് ചോദിച്ചു, പിറ്റേന്ന് നീ ഫ്രീ ആണെങ്കിൽ വരുവാണെങ്കിൽ 1-2 മണിക്കൂറിനകത്ത് പ്രാക്ടിക്കൽ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അതിങ്ങനെ ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതങ്ങനെ ചെയ്യിപ്പിച്ചു തന്നു. അതിൻ്റെ അകത്ത് ബേസിക്കലി എൻ്റെ അടുത്ത് ചോദിച്ചത് ഒരു പൈപ്പ് സോൾഡറിങ്, 15 mil കോപ്പർ പൈപ്പ് സോൾഡറിങ്, അതുപോലെ കോപ്പർ പൈപ്പ് ബെൻഡിങ്, ബേസിക് പ്ലംബിങ്ങിൽ വരുന്ന ഇവിടുത്തെ പ്ലംബിങ്ങിലൊക്കെ വരുന്ന സാധനങ്ങൾ. പിന്നെ ഒരു മോട്ടോർ സ്ട്രിപ്പ് ഡൗൺ ചെയ്തിട്ട് അതിൽ പാർട്സ് അഴിച്ച് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ബെയറിംഗ് എടുത്ത് ചെക്ക് ചെയ്ത് ബെയറിംഗ് ഓക്കെ ആണെന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് അസംബിൾ ചെയ്തിട്ട് മോട്ടർ ചെക്ക് ചെയ്ത് റൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ 1-2 മണിക്കൂറിനകത്ത് തീരുന്ന കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നെ എടുത്തത്. എങ്ങനെയാ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്? ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും അതിൻ്റെ അറ്റാച്ച്മെന്റ്സും എടുത്ത് വെച്ചിട്ട് തന്നെ ഞാനും പ്രിപ്പയർ ചെയ്തത്. ജോബ് ടൈറ്റിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഫുള്ളായിട്ട് നോക്കി, അതിൽ എന്തൊക്കെ ജോബ് വരും നോക്കി. എന്നിട്ട് ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ എൻ്റെ ജോബ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അറിയാം ബേസിക് പ്ലംബിങ്, ഇലക്ട്രിക്കൽ സ്റ്റഫ് എല്ലാം വരും. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അത് നോക്കി ഞാൻ കുറേയൊക്കെ നോക്കിയായിരുന്നു, അത്യാവശ്യം നോക്കിയായിരുന്നു. എല്ലാം കുറേയൊക്കെ നോക്കി. അതിൻ്റെ തിയറി കുറച്ച് PDF ഡൗൺലോഡ് ചെയ്ത് ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ബേസിക്കലി ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ മെഷീൻസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ നമുക്കൊരു നോളജ് ഉണ്ടാവണം. കാരണം ഇന്റർവ്യൂവിലൊക്കെ ചോദിച്ചു പോകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണിയിൽ നമുക്ക് അറിയില്ല എന്ന് പറയേണ്ട വന്നാൽ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരില്ലേ. ഇപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിലോ? ഫ്രഷറാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഫ്രഷറാണെങ്കിലും അവന് ലാബിൽ എക്സ്പീരിയൻസ് ഉണ്ട്, വർക്ക്ഷോപ്പിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ പറയാമല്ലോ. വെൽഡ് ചെയ്തിട്ടുണ്ടാവും, സോൾഡർ ചെയ്തിട്ടുണ്ടാവും, സ്മിത്തി, ഫോർജിങ് മുതൽ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ട് വന്ന ഒരാൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ പറയാമല്ലോ. നമ്മുടെ ഈ യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആവുമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും, വളരെ. എനിക്കിപ്പോൾ ഈ സോൾഡറിങ് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഒത്തിരി ചെയ്യില്ല. നമ്മൾ മറ്റേ ഇലക്ട്രോണിക് സോൾഡറിങ് അല്ലാണ്ട് പൈപ്പ് സോൾഡറിങ് ഒന്നും നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടില്ല. നമുക്ക് സാധാരണ PVC വെച്ചിട്ടാണ് പ്ലംബിങ്, ഇവിടെ കോപ്പർ പൈപ്പ് വെച്ചിട്ടാണ്. അപ്പം ഞാനിത് കേട്ടും പഠിച്ചിട്ടുള്ളതല്ലോ, അല്ലാണ്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. ഇവിടെ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്.
ഇപ്പം അപ്പൂന്റെ ജോബ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മെക്കാനിക്കൽ ചോദിക്കുമ്പോൾ അവർ ഇലക്ട്രിക്കലിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പല ഏരിയയിലെ എക്സ്പീരിയൻസ് ചോദിക്കണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ പക്ഷേ ഇലക്ട്രിക്കൽ ഒരു കോഴ്സ്, മെക്കാനിക്കൽ ഒരു കോഴ്സ് അങ്ങനെയല്ലേ? അല്ല, പക്ഷേ അവർ ചോദിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് മാസ്റ്റർ ആവേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ മെക്കാനിക്കലാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് പക്ഷേ എനിക്ക് ബേസിക് ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നു, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. ഇത് എല്ലാ കോഴ്സുകളിലും അങ്ങനെ. ഇപ്പം മെക്കാനിക്കൽ പഠിക്കുന്ന ആൾ ഇലക്ട്രിക്കലും സിവിലും കാര്യങ്ങൾ കുറച്ചായിട്ട് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പഠിക്കുന്നവർ മെക്കാനിക്കൽ ചെയ്യേണ്ടി വരും, ലാബുകളും പ്രാക്ടിക്കലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ പറയാൻ പറ്റും. ഇപ്പം എനിക്കിപ്പോൾ സ്റ്റാർട്ടറുകളെ കുറിച്ചും സ്റ്റാർ ഡെൽറ്റ കണക്ഷനും അതുപോലെ ഒരു വയറിങ്, ചെറിയ ബേസിക് വയറിംഗ് ഒക്കെ ചെയ്യാനും ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടല്ലേ വരുന്നത്. അതൊക്കെ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ അവർ പഠിപ്പിക്കും. നമ്മൾ ഒത്തിരി മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ള അറിവ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇതുപോലെ പ്രാക്ടിക്കലുള്ള കുറെ ഇന്റർവ്യൂസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുള്ള, ഞങ്ങളുടെ ട്രസ്റ്റിലുണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ടെക്നീഷ്യൻ പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൽ സാധാരണ ഇന്റർവ്യൂവിന്റെ കൂടെ ടെസ്റ്റ് വരും, പ്രാക്ടിക്കൽ ടെസ്റ്റ്. ഒരു മെഡിക്കൽ വാക്കും സക്ഷൻ പമ്പ് ചെക്ക് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് യൂട്യൂബിലൊന്നും ഒത്തിരി ക്ലാസ് ഒന്നും ഇല്ല അതിന്. പക്ഷെ നമുക്കൊരു മാനുവൽ തരും. ആ മാനുവൽ വായിച്ചു നോക്കിയിട്ട് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അവർ പറഞ്ഞു തരും, പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്താൽ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഒരു പ്ലഗ് കണക്ഷൻ കൊടുക്കാൻ, അതിലൊരു കോമഡി ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ. ഒരു ഇന്ത്യൻ, ഏത് സ്റ്റേറ്റിനാണെന്ന് ഞാൻ പറയില്ല, ഇന്ത്യക്കാരനൊരാൾ വന്നിട്ട് നമ്മളൊരു പ്ലഗ് കണക്ഷൻ കൊടുക്കാൻ വയർ സ്ട്രിപ്പ് ചെയ്യണമല്ലോ. 3 കോർ വയറായിരുന്നു. 3 കോർ വയർ സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പുള്ളി സ്ട്രിപ്പിംഗ് പ്ലെയർ എടുക്കാതെ നൈഫ് വെച്ച്, ഞാൻ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞ് നൈഫ് വെച്ച് സ്ട്രിപ്പ് ചെയ്ത് കൈ കണ്ടിച്ചിട്ട് പിന്നെ ANE പോകേണ്ട വന്നു. അങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ആ പോസ്റ്റ് അവർക്ക് ഒരിക്കലും ഓഫർ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇന്റർവ്യൂലൊക്കെ, ഇങ്ങനെ പ്രാക്ടിക്കലൊക്കെ ഉള്ള ഇന്റർവ്യൂവിന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നമുക്കത് അവരത് നമ്മളെ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ബാഡ് ഇമേജ് ആയി പോകും. പിന്നെ ഇപ്പൊ എന്തോരം കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു ഫീൽഡിൽ കയറാനായിട്ട്? ഏട്ടനിപ്പോ ഇത് ഈ ഒരു സെയിം പോസ്റ്റിൽ 2ാമത്തെ ഇന്റർവ്യൂവിനാണ് കിട്ടിയത്. അപ്പൊ എത്രത്തോളം കോമ്പറ്റീഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം? കോമ്പറ്റീഷൻ ഉണ്ട്, അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്. ഒന്ന്, ഇപ്പൊ എല്ലാ ട്രസ്റ്റുകളിലും ഇതേപോലെ അപ്രന്റീസുകളുണ്ട്. എന്റെ ട്രസ്റ്റിൽ, എന്റെ ചെറിയ ഹോസ്പിറ്റലിൽ തന്നെ 2 അപ്രന്റീസിന്റെ ഇപ്പോൾ ഒരാളെ കൂടെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഈ പോസ്റ്റ് അടുത്തൊരു വേക്കൻസി വരുമ്പോൾ ഓഫർ ചെയ്യേണ്ടി വരും, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവും. അപ്പം അങ്ങനെ ഒരു ഭാഗം പോയി, പോസ്റ്റുകൾ പോയി. പിന്നെ 2, ഇത് സാലറി കുറവാണെങ്കിലും ജോബ് സെക്യൂരിറ്റി അതുപോലെ കുറച്ചുകൂടി എളുപ്പമുള്ള പണികളൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ പ്ലംബിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പണികളൊക്കെ, മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഒരു 40 above വയസ്സായി കഴിയുമ്പോൾ, ഒന്ന് വീടൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റിലായി കഴിയുമ്പോൾ ഇവർ ഓക്കെ ഇനി സമാധാനമായിട്ടുള്ള ലൈഫ് വേണം അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരും. അപ്പോൾ അവരുടെ കോമ്പറ്റീഷൻ വരും. പിന്നെ ഉള്ളത് ഈ ഏജൻസി ത്രൂ വരുന്ന ഇപ്പോൾ ജോബുകളൊക്കെ സബ് കോൺട്രാക്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റുകളുടെ അടുത്തുനിന്ന് വരുന്ന സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവരിവിടെ വന്ന് കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ വേക്കൻസി ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷനുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന നോക്കൊന്നില്ലെങ്കിൽ ഡിപ്ലോമയിലും BTechോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഇവർക്ക് അങ്ങനെ ഒത്തിരി സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഒത്തിരി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പ്ലംബർ ആണെങ്കിൽ പ്ലംബിംഗ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒത്തിരി സർട്ടിഫിക്കേഷൻ ഒന്നും അതിൻ്റെ ഉണ്ടാവില്ല. മീൻസ് നമ്മുടെ കയ്യിൽ ഉള്ളതിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഇവർക്ക് നോക്കുമ്പോൾ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇത്രയും സബ്ജക്ട് കവർ ചെയ്തിട്ടൊരു ക്വാളിഫൈഡാണ്, നമ്മൾ കോമ്പീറ്റന്റ് പേഴ്സൺ ആണ് നമ്മൾ. പിന്നെ നമ്മളവിടെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ ഇനി ലേൺ ചെയ്യാൻ വില്ലിംഗ് ആണ്. അതെ, അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പീരിയൻസ് ഒത്തിരി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, അത് കൃത്യമായിട്ട് നമ്മൾ പറയണം. നമുക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയണം. അറിയില്ല, ഞാനത് ലേൺ ചെയ്യാൻ വില്ലിംഗ് ആണ്. അങ്ങനെയുള്ളവരെ ശരിക്കും അവർക്ക് ആവശ്യം, അവർക്ക് മൗൾഡ് ചെയ്തെടുക്കുക വേണ്ടേ, അവർക്ക് അവരുടെ ട്രസ്റ്റിലേക്ക് ഒത്തിരി കാലങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളെ വേണ്ടേ. അപ്പോൾ അവരും മൗൾഡ് ചെയ്തെടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ റെഡിയാണ്, ഞാൻ ലേൺ ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ടൊരു കാര്യം വിട്ടുപോയി, ഇതെല്ലാ പോസ്റ്റുകൾക്കും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി ലൈസൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു മസ്റ്റ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം എല്ലാത്തിനും ഒരു ഡിസൈറബിൾ ആണ്.
കാരണം ഈ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾക്കാണെങ്കിലും ഇപ്പം ഇതേപോലെ എൻ്റെ പോലത്തെ ഉള്ള പോസ്റ്റുകൾക്കാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ഒരു നല്ലതാണ്. കാരണം നമുക്ക് ട്രസ്റ്റ് വെഹിക്കിൾസ് ഉണ്ടാവും, അത് ഓടിക്കേണ്ട വരും. അപ്പം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരു ട്രസ്റ്റ് ടു അടുത്ത ട്രസ്റ്റ് ഇവർ നമ്മളെ വിത്ത് പേയ്മെൻറ്റാണ് തരുന്നത്. വിത്ത് പേയ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ബില്ലിംഗ് ആയിട്ട് ഒരാളെ വേണം. ഇത് വരുമ്പോൾ ഓൺ കോൾ വരുമ്പോൾ അതേപോലെ വരാൻ പറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ലൈസൻസ് ഉള്ളവരെ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം. അത് ഇതിന്റെ കൂടെ ഉള്ളതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. റിജക്ഷൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഇനി ഇതിന്റെ ഒരു വർക്ക് ഷിഫ്റ്റ് പാറ്റേൺ എങ്ങനെ? മീൻസ് ഡിപ്പെൻഡ്സ് ഓൺ ട്രസ്റ്റ് ടു ട്രസ്റ്റ്. അതുപോലെ പോസ്റ്റ് അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പം ട്രസ്റ്റ് എങ്ങനെയാ പറയുന്ന അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി 8 to 4 ഇല്ലെങ്കിൽ നമുക്കത് 8 to 4:30 ആയിട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് 2 hour നേരത്തെ പോരാൻ അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഓൺ കോൾ ഷിഫ്റ്റുകളുണ്ട്. ഓൺ കോൾ ഷിഫ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വീക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന ആ ഷെഡ്യൂൾഡ് വീക്കിൽ നമുക്ക് എപ്പോൾ 24/7 നമ്മുടെ സർവീസ് ഉണ്ടാവും. 8 to 4 നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ 4 പിന്നെ ആ വൈകിട്ട് 4 to പിറ്റേന്ന് രാവിലെ 8 വരെ നമ്മൾ ഓൺ കോൾ ആയിരിക്കും. ഓൺ കോളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കോൾ വരും. കോൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് മൈലേജ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എത്ര മൈൽസ് ഓടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടും. ഇപ്പൊ സാലറി വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഓൺ കോളും കാര്യങ്ങളും എല്ലാം വന്നു കഴിയുമ്പോൾ നമുക്ക് അത് കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലേ? ഒരു പരിധി വരെ കവർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ടൊയോട്ടയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു. അസംബ്ലി ജോബ് ആയിരുന്നെങ്കിൽ കൂടിയും നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും അടുത്തേക്ക് എത്തില്ലത്. പക്ഷേ ബെനിഫിറ്റ്സ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വലിയ തെറ്റ് വരില്ല. ഇപ്പോൾ ഓൺ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടാവും ഓൺ കോളിനൊക്കെ. ഇനിയിപ്പോ ഇങ്ങോട്ട് ഇപ്പൊ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ. അപ്പം അവർക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഏട്ടൻ ഗൺസ്റ്റോണിൽ വർക്ക് ചെയ്തു, ടൊയോട്ടയിൽ വർക്ക് ചെയ്തു, ആ എക്സ്പീരിയൻസുകൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുമോ നമ്മുടെ ഫീൽഡിലോട്ട് വരാൻ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ആ മെയിൻ്റനൻസിലെല്ലാം വർക്ക് ചെയ്തെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാം. നമുക്ക് ബേസിക്കലി മെക്കാനിക്കലുകാരനാകുമ്പോൾ അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ഇന്ന മെഷീൻസ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ഇന്ന രീതിക്ക് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് പറയാൻ പറ്റണമല്ലോ. മനസ്സിലായോ? പിന്നെ ഇങ്ങനെ എന്ത് അഡ്വൈസാ കൊടുക്കാൻ പറ്റുക ബേസ്ഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് ഇനി ഈ ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട്? എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ബാൻഡ് 2 പോസ്റ്റിലേക്ക് കയറി. അപ്പം അതൊരു ശരിക്കും പറഞ്ഞ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്ക് ബാൻഡ് 2 പോസ്റ്റ് കിട്ടിയപ്പോൾ പോർട്ടറിംഗ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞു നിനക്ക് ശരിക്കും എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിച്ചു പറഞ്ഞു, നിനക്ക് പ്രാന്താണോ പോർട്ടറിംഗ് പോസ്റ്റിലേക്ക് പോകാനായിട്ട്? പ്രാന്താണോ? ഈ പറഞ്ഞ പോലെ ഇത്ര നല്ല സാലറി ഉള്ള ജോബൊക്കെ കളഞ്ഞിട്ട് പോർട്ടറിംഗ് പോസ്റ്റ് പോകുന്നത് എന്തിനാ? എനിക്ക് എൻ്റെ ഫീൽഡിലേക്ക് തിരിച്ചു പോകാനായിട്ടൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. കാരണം പോർട്ടറിംഗിൽ ബാൻഡ് 2 കയറി കഴിഞ്ഞിട്ട് അവിടെ എനിക്ക് കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെയാണ് അവർക്കറിയാം. എൻ്റെ മാനേജറിനും എൻ്റെ മാനേജ്മെൻറ്റിനും സൂപ്പർവൈസേഴ്സിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുപോലെ അവർക്ക് അറിയാമായിരുന്നു എനിക്ക് വിസ സ്പോൺസർഷിപ്പ് കിട്ടിയാലേ എനിക്ക് കൺട്രിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ഇതേപോലെ ഒരു ബാൻഡ് 4 മെക്കാനിക്കൽ പോസ്റ്റ് വേക്കൻസി പിന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, നീ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിനക്കത് മേ ബി സ്പോൺസർഷിപ്പ് കിട്ടും. അതുപോലെ തന്നെ നിനക്ക് കോർ ഫീൽഡാണ്. അങ്ങനെ കണക്ഷൻസ് വെച്ച് എനിക്ക് പോകാൻ പറ്റി. ഞാൻ പറയുന്നത് അത് ഈ ഒരു ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ആകുമ്പോൾ നമുക്കറിയാം ഇന്ന സിസ്റ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന രീതികളാണ്. നമുക്ക് ഒരു പരിധിവരെ പറ്റും. പിന്നെ അവർക്കൊരു ആഡഡ് ബെനിഫിറ്റാണ് നമ്മൾ. കാരണം ക്വാളിഫൈഡ് ആണ്. അപ്പോൾ എനിക്ക് പണി കുറച്ചൊക്കെ അവർ ട്രെയിനിങ് തന്നാൽ മതി. സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്ത് തരേണ്ട ആവശ്യമില്ല. എല്ലാ ഏരിയ എനിക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു പണി ചെറിയൊരു പണിയൊക്കെ ആണെങ്കിൽ പോയി ചെയ്യാൻ വേറെ ആളുടെ കൂടെ വരേണ്ട ആവശ്യമില്ല, പുതിയൊരാളെ പോലെ. നമുക്ക് മാക്സിമം ട്രെയിനിങ് അവർ തരുമോ? ഇഷ്ടം പോലെ. കാരണം ഇപ്പം ഞങ്ങളുടെ ഡിപ്പെൻസ് നമ്മുടെ സുപ്പീരിയർ ആരാ അല്ലെങ്കിൽ മാനേജർ ആരാന്നൊക്കെ അനുസരിച്ചിരിക്കും. എനിക്കൊക്കെ ഒത്തിരി ട്രെയിനിങ് കിട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് ആ വർക്കിലെന്ന് തോന്നുന്ന വരെ അവർ ട്രെയിനിങ് തരും. എനിക്കിപ്പം ഏറെക്കുറെ 1 month ഒക്കെ ആയപ്പോഴത്തേക്ക് എന്നെ തനിയെ വർക്കിന് വിട്ടു തുടങ്ങിയായിരുന്നു. അപ്പം നമുക്കറിയാലോ, എൻ്റെ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-30 വർഷത്തിന് മുകളിലായി. അപ്പോൾ ആ സമയം മുതൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ബിൽഡിംഗ് വരെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലയളവിലുള്ള മെഷീൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്യുന്ന ജോബുകൾ നമുക്കറിയാവുന്ന ജോബുകൾ നോക്കി അലോട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു പ്രശ്നം വന്നാൽ നമുക്ക് നേരെ വിളിക്കാം, ഹെൽപ്പിന് വിളിക്കാം.
നമ്മളാരും സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ വിളിക്കും, നമ്മൾ അവരെ വിളിക്കും, അവരൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോകും. അതുപോലെ ഓൺ കോൾ അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന് തോന്നിയാൽ അവർക്കും തോന്നണം, അവർക്ക് തോന്നിക്കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും നമ്മൾ കോൺഫിഡൻ്റ് ആണെന്ന്. ഏതെങ്കിലും പോർഷൻ ഏരിയയിൽ ഇപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമുക്കതിനുള്ള വേറെ ട്രെയിനിങ് തരും. പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ വർക്കൊന്നുമില്ല, ചില സമയത്ത് മെയിൻ്റനൻസ് ആണ്, മെക്കാനിക്കൽ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അറിയാലോ, ചില സമയത്ത് നല്ല പണിയായിരിക്കും, നിലത്തേക്കാൻ നേരം കിട്ടത്തില്ല, ഒരു പണി ടു അടുത്ത പണി വന്നുകൊണ്ടിരിക്കും. നിലത്തേക്കാൻ നേരം കിട്ടാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളെന്നാൽ അത് ഭയങ്കര ഡെഡ് സ്ലോ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മളൊരു വർക്ക്ഷോപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനിങ് സെഷനാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോൾഡറിങ്, പൈപ്പ് ബെൻഡിങ്, ചെറിയ വയറിങ്, അങ്ങനെ തുടങ്ങി നമുക്ക് സീനിയേഴ്സിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേസിക് സബ്ജക്ട് നോളജ് നമുക്ക് വേണം. അതിനെ നമ്മൾ മാക്സിമം മാർക്കറ്റ് ചെയ്തൊരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഒക്കെ എഴുതി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു ഇന്റർവ്യൂ ടൈമിൽ പോകുന്ന സമയത്ത് മാക്സിമം നമ്മൾ പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ NHS നോക്കുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒത്തിരി നോക്കില്ല. ഇപ്പം പുറത്ത് ഈ മെക്കാനിക്കൽ ജോബുകൾക്ക് നല്ല സാലറിയാണ്. ഇപ്പോൾ അറൗണ്ട് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഏതാണ്ട് 12-13 പൗണ്ടുള്ളൂ, 13-14 പൗണ്ടുള്ളെങ്കിൽ പുറത്ത് കിട്ടുന്ന 20 പൗണ്ടും ഓൺ കോളിന് 50 പൗണ്ടൊക്കെ കിട്ടുന്ന പ്ലംബർമാരും ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അത്രയും ഏൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ അടുത്ത് നമുക്ക് കോമ്പറ്റീഷൻ കുറവായിരിക്കും. അത് നമുക്ക് ശരിക്കും നല്ലൊരു അഡ്വാൻറ്റേജാണ്. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ സെറ്റിൽ ആവാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം പലരും ഇപ്പോൾ ഇതേപോലെ NHSൽ കയറിയിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ട് ഒന്നില്ലെങ്കിൽ പുറത്തൊരു ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. മീൻസ് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓൺ കമ്പനി തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. ചെറിയ പ്ലംബിങ്, വയറിങ്, അങ്ങനെ മെയിൻ്റനൻസ് പണികൾ, ഫാബ്രിക്കേഷൻ, അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുമ്പോൾ മെയിൻ ആയിട്ടും ഈ ഒരു പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ബിൽഡിംഗ് മെയിൻ്റനൻസിന്റെ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തൊക്കെ കീവേഡുകളാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? കീവേഡുകൾ എന്ന് പറയുമ്പം ഇപ്പം പ്ലംബിങ്ങിൻ്റെ അത്യാവശ്യം കാര്യങ്ങളല്ല, ഹീറ്റിങ്, പിന്നെ നമുക്കറിയാലോ അങ്ങനെയുള്ള സാധനങ്ങൾ, വയറിങ്ങിൻ്റെ കുറച്ചൊക്കെ, പിന്നെ മോട്ടോറ്, പമ്പ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എയർ ഹാൻഡ്ലിങ് യൂണിറ്റുകൾ, പിന്നെ അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്കുള്ളൊരു എക്സ്പീരിയൻസും കൂടെ കോട്ട് ചെയ്ത് നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതുവാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ? പിന്നെ ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിലാണെങ്കിലും അത്യാവശ്യം യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് പോകണം. ഏതൊക്കെ മീൻസ് ടൂൾസ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫെമിലിയർ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളിവിടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളായിരിക്കില്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ സോഫിസ്റ്റിക്കേറ്റഡ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മളതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് നോക്കി കണ്ട് ചെയ്താൽ മതി. ഏറെക്കുറെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഏറെക്കുറെ എല്ലാം കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമുക്ക് മറുപടി കൊടുക്കാം. ഓക്കെ, എന്നാ എല്ലാവർക്കും ബൈ.